ഒരു കേക്കും ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ധൈര്യപൂർവ്വം ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനും തുടർന്നൊരു ഹോം ബേക്കർ ആകുന്നതിനുമുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള വീഡിയോകളിലൊക്കെ പറയുന്നത്. മുടങ്ങാതെ കാണുക. ആദ്യമായിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ വേണ്ടത് ഒരു കേക്ക് ടിന്നാണ്. 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് നമുക്ക് 1 കിലോ ഉണ്ടാക്കി പഠിക്കാം. 2.5 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ള ഒരു കേക്ക് ടിന്നാണ് നമുക്ക് 1 kgൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള കേക്ക് ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടത്. അടുത്തതാണ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ബട്ടർ പേപ്പർ. ഇത് കേക്ക് ടിന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും പ്രോപ്പറായിട്ട് ഇളകി വരുന്നതിനും ഒക്കെ സഹായിക്കും. ഇത് കട്ട് ചെയ്യുന്നത് ഈ കേക്ക് ടിന്നിനെ തിരിച്ചിടുക, ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് അമക്കുമ്പോൾ അതിലൊരു വട്ടത്തിലൊരു പാട് വരും. അത് കട്ട് ചെയ്യുക. ഇനി വേറൊരു മെത്തേഡുണ്ട്. തിരിച്ചും അല്ലെങ്കിൽ ക്രോസ് മടക്കി നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ആ മെത്തേഡുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതാവുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കേക്ക് ടിന്നിൻ്റെ മുകൾ ഭാഗത്തെ അളവെടുത്തു കഴിഞ്ഞാൽ ഈ ബട്ടർ പേപ്പർ വലുതായിപ്പോൾ, കാരണം അടിഭാഗം ചെറുതും മുകൾ ഭാഗത്തിന് വീതി കൂടുതലുമാണ്. നമ്മൾ തിരിച്ചു വെച്ചിട്ട് അടിഭാഗത്തോട്ടല്ലേ ഈ ഒരു ബട്ടർ പേപ്പർ ഇടുന്നത്, അതുകൊണ്ടാണ് തിരിച്ചു വെച്ച് അളവെടുത്ത് ബട്ടർ പേപ്പർ മുറിച്ചെടുക്കുന്നത്. ഇനിയും ഇതെല്ലാം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കേക്കിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന കടയിലും സൂപ്പർ മാർക്കറ്റുകളിലും ആളുകളിലൊക്കെ ഇപ്പം കേക്കിൻ്റെ മെറ്റീരിയൽസ് അവൈലബിളാണ്. അവിടെ ചോദിച്ചാൽ മതി, കിട്ടും. നോക്കിക്കേ, ഇതെല്ലാവരുടെയും വീട്ടിലുണ്ട് എണ്ണ പുരട്ടുന്ന സാധനം. അത് ആ ഒരു ബ്രഷ്, അത് നമുക്ക് കേക്കിൻ്റെ ടിന്നിൽ എണ്ണ പുരട്ടുന്നതിന്, അതിനി ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പുരട്ടാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഈ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിനി ക്രീം തേക്കുന്നതിന്, ഐസിങ് കേക്ക് ചെയ്യുന്നതിന് നമ്മൾ പഠിക്കുമല്ലോ. ആ സമയത്ത് കേക്കിനെ 3 ലെയറായിട്ട് മുറിക്കുമ്പോൾ അത് വെറ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് നനയ്ക്കാൻ നമ്മൾ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് അതിൽ പറ്റും. സ്പൂൺ വെച്ചൊക്കെ ഒഴിക്കുന്നവരുണ്ട്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് വീണിട്ട് കേക്ക് അങ്ങ് നനഞ്ഞു പോകും. അത് അങ്ങനെ പറ്റത്തില്ല. ഇനി വേണ്ടത് ഈ ഒരു മെഷറിംഗ് സ്പൂണാണ്. നോക്കിക്കേ, 1/4, 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണ്, പിന്നെ ഒരു ടേബിൾ സ്പൂണും ഇതിൻ്റെ മെഷറിംഗ് സ്പൂണിൻ്റെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇതും ആ കേക്ക് മെറ്റീരിയൽസിൻ്റെ കടയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ മാളിൽ ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് പറയുമ്പോൾ നമുക്ക് അവരെടുത്ത് തരുന്ന ഇത് അത്യാവശ്യമായിട്ടും ഒരു ഹോം ബേക്കർ ആവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഇനിയാണ് മെഷറിംഗ് കപ്പ്. നോക്കിക്കേ, 250 ml ആണ് ഒരു 1 കപ്പ് എന്ന് പറയുന്നത്. അടുത്തത് 1/4 കപ്പ്, അടുത്തത് 1/2 കപ്പ്, അടുത്തത് 1/4. ഇനിയും ഇത്രയും കപ്പുകളാണ് നമുക്ക് അതും സെറ്റായിട്ട് കിട്ടുന്നത്. ഇതൊക്കെ മെഷർ ചെയ്ത്, കേക്ക് എപ്പോഴും നമ്മൾ മെഷർ ചെയ്ത് കറക്റ്റായിട്ട് എടുത്താൽ മാത്രം പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. നോക്കിക്കേ, ചീക്ക് ട്രാക്കിൻ്റെ ടെർബോ എന്ന് പറയുന്ന ഒരു ബീറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് കമ്പനിയുടെ വേണേലും ഉപയോഗിക്കാം. ഇതും അത്യാവശ്യമാണ്. ഹാൻഡ് വിസ്ക് കൊണ്ടൊക്കെ നമുക്ക് മുട്ടയെ പതപ്പിക്കാനൊക്കെ പറ്റും. ഓരോ യൂട്യൂബിലും ഓരോരുത്തരും കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനേ പറ്റൂ. ഒരു ഹോം ബേക്കർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം തന്നെ വേണം. കാരണം നമ്മുടെ കൈ കൊണ്ട് ഒരുപാട് നമുക്കിങ്ങനെ മുട്ട അടിച്ച് പതപ്പിക്കാൻ നമുക്ക് കൈക്ക് വേദന വരും. പിന്നെ തന്നെയല്ല, നമുക്കത് കറക്റ്റ് മുട്ട പതഞ്ഞ് പൊങ്ങി വരത്തുമില്ല. ഈ ഹാൻഡ് ബീറ്ററിൻ്റെ വിസ്കിന് 2 ലോക്കുണ്ട്. അതിൽ ഇതുപോലെ 2 ഹോളും ഉണ്ട്. അതിലും ഒരു വര പോലൊരു ഇതുണ്ട് ലോക്ക് കയറ്റിയിടാൻ വേണ്ടി. ഇങ്ങനെ അമുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ലോക്കിൽ അത് വീണിരിക്കും. ഇനിയും അത് ഓണാക്കുമ്പോൾ ഇത് കറങ്ങിയിട്ടാണ് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യുന്നതും മുട്ട ബീറ്റ് ചെയ്യുന്നതൊക്കെ. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ ബീറ്ററിൻ്റെ ഈ വിസ്ക് ഊരുന്നത് ഇവിടെ ഇജക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അതിലമുക്കുമ്പോൾ തന്നെ ഊരി പോരും. ഇനി ഇതാണ് സ്പാച്ചുല. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഇളക്കുന്നതിന് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും സാരമില്ല. നമ്മുടെ തടിയുടെ ഇങ്ങനത്തെ ഇതില്ലാത്ത വീടുകളില്ല. അതായാലും മതി. തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ മതി.
ഇനി അരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പ, ഇതില്ലേലും സാരമില്ല, ചായ അരയ്ക്കുന്ന അരിപ്പയിലിട്ടിട്ട് നമുക്ക് ഇടഞ്ഞാലും മതി. മാവ് 3 പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ പൊടി ഇടയണം. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ്. ഇത് എന്തായാലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ, കടയിൽ നിന്ന് വാങ്ങണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനമായാലും മതി. കാരണം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുമ്പോൾ അത് രണ്ടും കൂടെ ഉരഞ്ഞിട്ട് ഇത് ഈ വിസ്ക് വേഗം ഒടിഞ്ഞു പോകുന്നതിനും പിന്നെ ഈ കേക്കിനകത്ത് അതിൻ്റെയൊക്കെ മെറ്റീരിയൽ വീഴുന്നതിനും കാരണമാകും. ഇനിയിപ്പോൾ കടയിൽ നിന്നൊന്നും പ്ലാസ്റ്റിക് പാത്രം വാങ്ങണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് പാത്രം മതി. ഇതാണ് നമുക്ക് സ്ക്രാപ്പർ. വേഗം നമുക്ക് ഇത് അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജും ഒക്കെ എടുക്കുന്നതിന് ഇതൊക്കെ ക്രീം പുരട്ടുമ്പോൾ വേണ്ട. ഇനിയിപ്പോൾ അതില്ലേലും നമുക്ക് ATM കാർഡ് ആയാലും മതി. നോക്കിക്കേ, ഇത് ഷേപ്പ് കൊടുക്കുന്ന പല ഷേപ്പിലുള്ള സ്ക്രാപ്പർ നമുക്ക് കിട്ടും. അതൊന്നും ഇപ്പം വാങ്ങണ്ട, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ ജസ്റ്റ്. ഇനി അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു 2 കാര്യങ്ങളാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. പിന്നെ മൈദ. കേക്ക് ഉണ്ടാക്കാൻ മൈദ വേണമല്ലോ, മൈദ വേണം. നോക്കിക്കേ, ബേക്കിംഗ് സോഡ കുറച്ച് തരിതരിയായിട്ടുള്ള അപ്പക്കാരം എന്ന് പറയും. ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ബേക്ക് ആവുകയാണ്, അത് തീരെ നൈസ് പൊടി. അത് രണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരമുള്ള വീഡിയോകളാണ് ഇനി ഇടുന്നത്. ഓരോ കേക്കും ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെയാണ്. ഇനി നോക്കിക്കേ, നമുക്ക് കേക്ക് ലെയറായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ നൈഫ് വേണം. അത് മേടിക്കണമെന്നില്ല, നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്നതും ചെറിയ കത്തികളുണ്ട്, അതൊക്കെ മതി ഫസ്റ്റ് ടൈം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാം ഈ ഹോം ബേക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെയായിരുന്നു ഉപയോഗിക്കുക. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ആംഗിൾഡ് വളവുള്ളൊരു സ്പാച്ചിലയാണ്. അത് നമുക്ക് കേക്ക് ക്രീം തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതും ഫസ്റ്റ് ടൈം വേണമെന്നില്ല, ബേസ് ഉണ്ടാക്കി പഠിക്കുന്നതിന് അതൊന്നും വേണ്ട. ഇത് നമുക്ക് ക്രീം തേക്കുന്നതിനുള്ള, ഇതെല്ലാം ഒന്ന് കാണിക്കുന്നതിന് ലോടിച്ചിട്ട് പൈപ്പിംഗ് ബാഗാണ്, അതിൽ ക്രീം തേച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ഫ്ലവറൊക്കെ വരയ്ക്കുന്നത്. അത് വരും ക്ലാസ്സുകളിലൊക്കെ കാണാം. ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. നോക്കിക്കോ, ഒന്നുകൂടെ പറയാം. കേക്ക് ടിന്ന്, ബട്ടർ പേപ്പറ്, മെഷറിംഗ് സ്പൂണ്, മെഷറിംഗ് കപ്പ്, പിന്നെ വേണ്ടത് സ്പാച്ചില വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ നമ്മുടെ ഈ തടിയുടെ സാധനമായാലും മതി. പിന്നെ ഹാൻഡ് ബീറ്റർ അത്യാവശ്യമാണ്. അതിന് എനിക്ക് വില 1000-1200 രൂപയൊക്കെ, 850-നും കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ മുട്ട വേണം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതെല്ലാം കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം. ഒരു ആദ്യഘട്ടത്തിൽ ഇത്രയൊക്കെ മതി. പിന്നെ മൈദായും, ഇത്രയും മാത്രം നമുക്ക് മതി. അപ്പോൾ ഇത്രയൊക്കെ മേടിച്ച് വെച്ചിട്ട് അടുത്ത ക്ലാസ്സുകൾ കണ്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കി പഠിക്കുക. നോക്കിക്കേ, ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചാനലിനെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അതിൻ്റെ റിപ്ലൈ അടുത്ത വീഡിയോയിൽ ക്ലാസ്സിനൊപ്പം ഇടുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇത് ഞാൻ സാധാരണക്കാർക്ക് ഒന്നും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാനുള്ള ABCD അറിയാത്തവരെന്ന് അങ്ങോട്ട് പറയാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇനി കേക്ക് ഉണ്ടാക്കുന്നത് കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ഇന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, പക്ഷേ അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെങ്തി വീഡിയോ ആയിപ്പോവും. ഒന്നുകൂടെ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.